ഞാനങ്ങനെ പട്ടാമ്പി എത്തി. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ മഴയൊക്കെ ആയിരുന്നു. എന്താ പറയുക, ഇന്നലെ രാത്രി ഒരു 30 കിലോമീറ്റർ നടന്നിട്ട് തലശ്ശേരി എന്ന് പറയും, തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. അവിടെയാണ് ഇന്നലെ ഒരു പള്ളിയിലാണ് സ്റ്റേ ചെയ്തത്. രാത്രി പള്ളിയിൽ കിടന്നു. രാവിലെ ആയപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. രാത്രി ഒരു പുള്ളി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ അവിടെ കുഴപ്പമൊന്നുമില്ല, സീനില്ല, അവിടെ കിടക്കാമെന്നായിരുന്നു. ഞാൻ റൂട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് പട്ടാമ്പി, മുക്കം, താമരശ്ശേരി, വയനാട് അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 150 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ഈ മലപ്പുറം ഭാഗത്തൊക്കെ ഫ്ലഡ് ഏരിയസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ എന്താവുമെന്ന് അറിയത്തില്ല. എന്നാലും പോയി നോക്കാം. ഇന്നങ്ങനെ ടോട്ടൽ ഒരു 30 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. നടന്ന് ഞാൻ മലപ്പുറം ജില്ല കയറി. മലപ്പുറം കയറി തൊട്ട് ഭയങ്കര എന്താ പറയുക, ആൾക്കാർ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. എന്താ പറയുക, കാണുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിച്ചോ, ഫുഡ് വേണോ, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരിങ്ങനെ ചോദിക്കും. ഫസ്റ്റ് ഞാൻ വന്ന് ചോദിക്കണത് ഫുഡ് കഴിച്ചോ എന്നാണ്. പിന്നെ എങ്ങോട്ടാണ് പോകണത്, എത്ര ദിവസമായി ഇറങ്ങിയിട്ട്, അങ്ങനെ ഓരോ ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ മലപ്പുറം ജില്ല കയറി ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പം ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകണമെന്ന്. അങ്ങനെ പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ഞാൻ പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണ്, ഫോണെന്ന് കുറച്ച് നേരം ചാർജ് ഇടണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ക്ലബ്ബുണ്ട്, ക്ലബ്ബിൽ ഇരുന്നോ 10 ദിവസം എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അങ്ങനെ ഇവിടെ കയറിയിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്തു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം വൈകുന്നേരം ആയല്ലോ, പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്ത പ്ലേസാണ്. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഇതാണ് ക്ലബ്ബ്. ടി വി ഒക്കെ ഉണ്ട്, ഒരു ക്യാരം ബോർഡ്, ഒരു ബെഞ്ച്, ഒരു ഫാനുണ്ട്. പക്ഷേ ആ ഫാൻ വർക്ക് ചെയ്യില്ല. പിന്നെ ഇവിടെ അടുത്ത് ഞാൻ പോണ വഴിക്കാണെങ്കിൽ കുറച്ച് സ്ഥലം ഫ്ലഡ് ഏരിയ ആണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം ഫ്ലഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് അറിയില്ല, എന്നാലും പോയി നോക്കണം. ഞാൻ ഇവിടുന്ന് നാളെ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം.